ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് പവർ എനർജിയിലെ ലെവൽ 2 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ലെവൽ 1 നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ലെവൽ 1 കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെവൽ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെവൽ 1 ത്രൂ ഔട്ട് എന്താ പറയുന്നത്, പ്യുവർലി NCERT ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ഡെറിവേഷനോടുകൂടി നമ്മൾ ലെവൽ 1 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡെറിവേഷൻ നെസസറി അല്ല, നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് ഡെറിവേഷനോടുകൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ലെവൽ 2 ആണ്. അപ്പോൾ ലെവൽ 2 എന്ന് പറഞ്ഞാൽ എബോവ് NCERT ലെവലിലുള്ള ഹയർ പോയിന്റുകൾ മാത്രം. ഓക്കെ, അപ്പോൾ ലെവൽ 1 കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങളൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് ലെവൽ 2 വരുന്ന എക്സ്ട്രാ പോയിന്റ്സുകൾ അതിൽ ചേർത്താൽ മതി. കാരണം ഞാൻ ലെവൽ 1 വരുന്ന ഫോർമുലാസും കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഓക്കെ, ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ലെവൽ 1 കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏതിലേക്ക് വരിക, ലെവൽ 2ലേക്ക് വരിക. ഇത് പ്യുവർലി NCERT എബോവ് വരുന്ന എൻട്രൻസ് പോയിന്റുകൾ മാത്രം, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസും. നമ്മൾ ആദ്യം മുതൽ വർക്ക്, എനർജി, പവർ, കൊളീഷൻ വരെ ഡിസ്കസ് ചെയ്യും. എക്സ്ട്രാ പോയിന്റുകൾ, അതുമായി ബന്ധപ്പെട്ട എൻട്രൻസ് ക്വസ്റ്റ്യൻസും. അപ്പോൾ നമ്മൾ ഏകദേശം ഓരോ ടോപ്പിക്കും അതിൻ്റെ എക്സാമ്പിൾസും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുക കോൺസെപ്റ്റ്. പിന്നെ നമ്മളെ എയിംസിൻ്റെയും നീറ്റിൻ്റെയും 2 ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ആ യൂണിറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ വേറൊരു റെഫറൻസ് ബുക്കിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ എയിംസിൻ്റെയും നീറ്റിൻ്റെയും 2 ബുക്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ക്ലാസ്സിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത്ര പഠിച്ചാൽ തന്നെ ഈ യൂണിറ്റ് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ലെവൽ 2 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം വർക്കിനെ കുറിച്ചാണ് അല്ലേ? വർക്ക് നമുക്ക് ഓൾറെഡി അറിയാം. ഫിസിക്സിൻ്റെ സെൻസിൽ വർക്ക് പറയണമെങ്കിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കും അല്ലേ? 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് ആരാവണം, സ്കാലാർ. നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റ് പറയുന്നത് വർക്കാണ്. വർക്ക് നമ്മൾ സാധാരണ W = സ്കാലാർ ആണ്, F.S ആണ് അല്ലേ? F.S അല്ലെങ്കിൽ ഇയാൾ നമുക്ക് FS cos θ എന്നും പറയും അല്ലേ? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ FS cos θ അല്ലേ? F ഫോഴ്സ്, S ഡിസ്പ്ലേസ്മെൻറ്റ്, cos θ അല്ലെങ്കിൽ θ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ വർക്കിനെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് വർക്കാവുള്ള കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് വർക്കാവുള്ള കണ്ടീഷൻ, സീറോ വർക്കാവുള്ള കണ്ടീഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ക്ലിയർ? അത് നമ്മൾ ലെവൽ 1 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കേസസും. പിന്നെ നമ്മൾ സാധാരണ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ W = F നമുക്ക് എങ്ങനെ എഴുതാം, Fxi പ്ലസ് Fyj പ്ലസ് Fzk എന്ന് എഴുതാം. ക്ലിയർ അല്ല? കാരണം ഫോഴ്സ് ഒരു കോമ്പണൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻ കേസ് 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ Fx, Fy, Fz ഉണ്ടാവും. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കോമ്പണന്റ് ആക്കി കഴിഞ്ഞാൽ ഒരു X കോമ്പണന്റ്, Y കോമ്പണന്റ്, Z കോമ്പണന്റ്. അപ്പോൾ Xi പ്ലസ് Yj പ്ലസ് Zk. സോ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക, നമുക്കറിയാം I.I എപ്പോഴും 1 ആണ് വരിക, പക്ഷെ I.J 0, I.K 0 അല്ലേ? അതേപോലെ തന്നെ J.J 1 വരും, ബാക്കിയൊക്കെ 0. അപ്പോൾ ഇയാളും ഇക്വേറ്റ് ചെയ്താൽ മതി, ഇയാളും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, Fx X വരും, പ്ലസ് Fy Y വരും, പ്ലസ് Fz Z. ഇത്രേ ചെയ്യാണ്ടാവുള്ളൂ. കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Ijk ഉണ്ടാവില്ല, കാരണം ഇയാൾ സ്കാലാറാണ്. Ijk വന്നു കഴിഞ്ഞാൽ വെക്ടർ എന്നല്ല അർത്ഥം, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാലാർ കിട്ടണം. അപ്പോൾ I.I മാത്രം ചെയ്യുക. I.I വാല്യൂ 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. I.J ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ആയി പോകും. ക്ലിയർ? അപ്പോൾ ഇതാണ് സാധാരണ വർക്ക്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് വരും, 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാവും. ഒന്ന് സ്ലോപ്പ്. സ്ലോപ്പ് എപ്പോഴും റിസംബിൾസ് ടു ഡിഫറൻസിയേഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏരിയ എപ്പോഴും ഇൻ്റഗ്രേഷന് തുല്യമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇത് വർക്ക് ഫോറേജിൽ മാത്രമല്ല ഫിസിക്സിൽ ത്രൂ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാഫുകൾ തമ്മിലുള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, Y/X. ഏത് ഫിസിക്സ് യൂണിറ്റിലും ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എപ്പോഴും ആരായിരിക്കും, Y കോർഡിനേറ്റ് ഡിവൈഡിങ് ബൈ X കോർഡിനേറ്റ് dy/dx. അപ്പോൾ സ്ലോപ്പ് കാണൽ എപ്പോഴും ആർക്ക് തുല്യമാണ്, ഡിഫറൻസിയേഷന് തുല്യമാണ്. കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx അല്ലേ, അത് ഡിഫറൻസിയേഷന് തുല്യമാണ്, അല്ലെങ്കിൽ tan θയ്ക്ക് തുല്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രാഫാണ് തന്നതെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ എന്ത് കാണുന്നുണ്ട്, സ്ലോപ്പ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്ലോപ്പിൽ നിന്ന്, ഗ്രാഫിൽ നിന്ന് നിങ്ങൾ സ്ലോപ്പ് കാണുമ്പോൾ അതൊരു ഫംഗ്ഷൻ ആണ് തന്നെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, Y/X. ഇനി ഏരിയ കാണാൻ മീൻസ് എങ്ങനെയാണ്, വൈയും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം.
വൈയും എക്സും കൂടി ഡിവൈഡ് ചെയ്താൽ ഏരിയ, വൈയും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഏരിയ. അപ്പൊ നിങ്ങൾ ഫിസിക്സിൽ ഏത് ഗ്രാഫ് ഉണ്ടെങ്കിലും വൈ കോർഡിനേറ്റ് ആരാ നോക്കുക, എക്സ് കോർഡിനേറ്റ് ആരാ നോക്കുക, രണ്ടാളും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആളാണ് ആര്, ഏരിയ. ആ ഏരിയ എപ്പോഴും ആർക്ക് തുല്യമാണ്, ഇന്റഗ്രേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ഏരിയ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണ് തന്നെങ്കിൽ ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ഏരിയ കാണുകയാണെങ്കിൽ അതിന് പകരം ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഏരിയ റിസംബിൾസ് ടു ഇന്റഗ്രേഷൻ, സ്ലോപ്പ് റിസംബിൾസ് ടു എന്താണ്, ഡിഫറൻസിയേഷൻ. ക്ലിയർ? നമുക്കിവിടെ സ്ലോപ്പ് വരുന്നില്ല, കാരണം എന്താണ്, ഒരു ഗ്രാഫ് വരച്ചാൽ ഇവിടെ ഞാൻ ഫോഴ്സ് എടുത്തു, ഇവിടെ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. ഇയാൾ എന്ത് കണ്ടാൽ മതി, ഏരിയ അണ്ടർ ആട്ടോ. അണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റില്ല, അപ്പൊ അത് ക്ലോസ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ലൈൻ എങ്കിൽ അത് ക്ലോസ് ചെയ്താൽ നമുക്ക് ഏരിയ കാണാം. അപ്പൊ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പൊ ആ ഒരു ലൈനൊക്കെ ആവും തന്നിട്ടുണ്ടാവും, ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. ഏരിയ അണ്ടർ, ദാറ്റ് മീൻസ് എഫ് ബൈ എസ് കണ്ടിട്ട് കാര്യമില്ല, സ്ലോപ്പിന് ഫിസിക്കൽ മീനിങ് ഇല്ല ഇവിടെ. പക്ഷേ ഏരിയക്ക് ഫിസിക്കൽ മീനിങ് ഉണ്ട്, എഫ് ഇൻറ്റു എസ്. എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ വർക്കാണ്. അപ്പൊ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും, എഫ് എസ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും അല്ലെ. എഫ് എസ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വർക്ക് കിട്ടും. ക്ലിയർ? വർക്ക് കാണാൻ ഈ എഫ് എസ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. പക്ഷെ ശ്രദ്ധിക്കണം, പോസിറ്റീവിൽ വരുന്ന ഏരിയ പ്ലസ് കൊടുക്കണം, നെഗറ്റീവിൽ വരുന്നത് മൈനസ് കൊടുക്കണം. കാരണം വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് സീറോയും വരാം. ക്ലിയർ? ഇനി ചിലപ്പോൾ ഫംഗ്ഷൻ ആണ് തരുന്നെങ്കിലോ, ഗ്രാഫിൽ ഒരു ഫംഗ്ഷൻ ആണ് തരുന്നെങ്കിൽ ആർക്ക് തുല്യമാണ്, എടാ ഇന്റഗ്രേഷൻ തുല്യം. ദാറ്റ് മീൻസ് സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ഇസിക്കൽ എഫ് ഡി എസ്, ടോട്ടൽ വർക്ക് എന്ത് ചെയ്യുക, ഇന്റഗ്രൽ എഫ് ഡി എസ് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി എസ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ ടോട്ടൽ വർക്ക് കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഗ്രാഫ് ആണെങ്കിൽ ഏരിയ കാണാം, ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ സ്ലോപ്പിന് എന്ത് മീനിങ് ഇല്ല, ഈ ഒരു കേസിൽ സ്ലോപ്പിന് ഫിസിക്കൽ മീനിങ് ഇല്ല. ഓക്കെ, പക്ഷെ പല കേസിലും സ്ലോപ്പിന് ഫിസിക്കൽ മീനിങ് വരാറുണ്ട്, ഈ കേസിൽ വരുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ടോപ്പിക്ക് ഞാൻ പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സാമ്പിൾസ് പറയും. അപ്പോൾ നിങ്ങൾക്ക് ആ തിയറി കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് അവസാനം നമ്മളെ ബുക്കിലെ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, എ പാർട്ടിക്കിൾ moves from position R1. A particle moves from position R1 3i plus 2j minus 6k, 2i plus 3i plus 2j minus 6k to position R2 equal to 14i plus 13j minus 9k under the action of force under the action of force 4i plus j plus 3k. Calculate work done. 4i plus j plus k work done. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ്. അപ്പൊ ഐ ജെ കെ ഫോർമുല തന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഡബ്ല്യു സീക്കൽ എന്തേ വരുള്ളൂ, വർക്ക് സീക്കൽ എഫ് ഡോട്ട് എസ് എ വരുള്ളൂ അല്ലെ. ഐ ജെ കെ ഫോർമുല എന്നാൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, വർക്കിന്റെ ഫോർമുല എഴുതാ എഫ് ഡോട്ട് എസ്. എഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ, എസ് തന്നിട്ടുണ്ടോ, ഇല്ല. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് മീനിങ്, എടാ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ. അപ്പൊ ആ പാർട്ടിക്കിൾ ആദ്യം R1 എന്ന പൊസിഷനിലാണ് ഉള്ളത്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ R2 എത്തി. അപ്പൊ അയാളെ ഇനീഷ്യൽ പൊസിഷൻ ആരാണ്, R1. ഫൈനൽ പൊസിഷൻ ആരാണ്, R2. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം, ഫൈനൽ പൊസിഷൻ R2 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ R1. ക്ലിയർ അല്ലേ? അപ്പൊ ഐയും കുറയ്ക്കുക, ജെയും തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 14, അപ്പൊ എന്ത് കിട്ടും, 11 ഐ ക്യാപ്പ് കിട്ടും. കാരണം 14 നിന്ന് 3 കുറയ്ക്കുക, അപ്പൊ 11 ഐ ക്യാപ്പ്. 13 മൈനസ് 2 11 ജെ ക്യാപ്പ് അല്ലെ. 13 മൈനസ് 2 11 ജെ ക്യാപ്പ്. ഇനി -9 -6 ആണ്, മാറിപ്പോയത്. -9 -6, അപ്പൊ -9 പ്ലസ് 6 വരും, അപ്പൊ -3k വരും. ശരിയല്ലേ? അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി വർക്ക് കാണാൻ ഇവരെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. എത്രയാണ് ഫോഴ്സ് എന്നുള്ളത്, 4i പ്ലസ് ജെ പ്ലസ് 3k ഡോട്ട് 11i മൈനസ് 11j മൈനസ് 11i
11 13 -2 പ്ലസ് ആണല്ലേ, പ്ലസ് 11 ചെയ്യാം അല്ലേ, കാരണം 14 - 3 11, 13 - 2 11, -9 -3 അപ്പോൾ പ്ലസ് ആണ് വരിക. ക്ലിയർ. ഇനി ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്, നമ്മൾ സാധാരണ ഐ ഡോട്ട് ഐ ചെയ്താൽ മതി, അത് 1 ആണ്. പക്ഷെ ഐ ഡോട്ട് ജെ 0 ആണ്, ഐ ഡോട്ട് കെ 0 ആണ്. അപ്പോൾ ഐയും ഐയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, ജെയും ജെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, കെയും കെയും, ബാക്കി ടേമുകളൊക്കെ 0 ആവില്ലേ, അല്ലെ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ 4 × 11 എത്ര കിട്ടും, 44. ഐ ഡോട്ട് ഐ 1. അടുത്തത് പ്ലസ്, ഇവിടെ 1 ഉണ്ട്, സോറി ഇവിടെ പ്ലസ് ആണല്ലേ, ഇവിടെ 1 ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ 11 ഉണ്ട്. അപ്പം എത്ര കിട്ടുക, 1 + 11 അല്ലെ, സോറി 1 × 11 എത്ര കിട്ടുക, 11 തന്നെയാണ് വരിക അല്ലെ. ഇനി അടുത്ത എത്ര കിട്ടുക, 3 എത്ര കിട്ടുക, 3 -3 കിട്ടും, സോറി -3 അല്ല, 3 × -3 9 കിട്ടും, ശരിയല്ലേ. അപ്പോൾ 44 + 11 -9, അപ്പോൾ എത്ര കിട്ടുക ആൻസർ, 44 + 11 എന്ന് പറഞ്ഞാൽ 55, 55 - 9 എത്ര കിട്ടുക, 46 ജൂൾ. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 46 ജൂൾ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ ആൻസർ കിട്ടി, മനസ്സിലായല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും IJK വരില്ല, കാരണം IJK വന്നത് വെക്ടർ എന്ന അർത്ഥം, അതുകൊണ്ട് ഒരിക്കലും IJK വരില്ല, കാരണം വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ, എ പാർട്ടിക്കിൾ അലോങ് എക്സ് ആക്സിസ് a particle along x-axis from x is equal to 0 to x is equal to 5 meter. X is equal to 0 to x is equal to 5 meter under the action of force F equal to 3x square minus 2x plus 7. 3x square minus 2x plus 7. Calculate work done. ശ്രദ്ധിക്കുക, എ പാർട്ടിക്കിൾ അലോങ് എക്സ് ആക്സിസ് ഫ്രം എക്സ് is equal to 0 to x is equal to 5. അപ്പോൾ ഒരു ലിമിറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്, ഇനീഷ്യൽ 0 to 5. പിന്നെ ഫോഴ്സ് ഒരു ഫംഗ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, എക്സ് സ്ക്വയറും എക്സ് ഒക്കെ വന്നാൽ ഒരു ഫംഗ്ഷൻ അല്ലേ. ആ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആലോചിക്കാൻ നമുക്ക് 2 കാര്യങ്ങളെ ഫിസിക്സ് ചെയ്യാനുണ്ടാവുള്ളൂ, ഒന്നുകിൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഏത് ഫിസിക്സ് ക്വസ്റ്റ്യനും ഏത് യൂണിറ്റിലും ഇതേപോലെ ഫംഗ്ഷൻ ബേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ട എന്താണ്, ഇതിനാകെ 2 മെത്തേഡേ ഉള്ളൂ, ഒന്നുകിൽ ഡിഫറൻസിയേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, വർക്കാണ് കണ്ടത്. വർക്ക് കാണാൻ എന്താണ് നമ്മൾ പറഞ്ഞു, ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ് അല്ല, എക്സ് ആണെങ്കിൽ എക്സ്, എസ് ആണെങ്കിൽ എസ്, എഫ് ഡി എസ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ വർക്ക് കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്താലേ വർക്ക് കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഡി എക്സ്. ക്ലിയർ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇന്റഗ്രൽ എഫ് എത്രയാണ്, 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 7 ഇൻറ്റു ഡി എക്സ്. ലിമിറ്റ് എവിടുന്ന് എങ്ങോട്ടേക്കാണ്, എക്സ് അല്ല ലിമിറ്റ് വരിക, ഡി എക്സ് വന്നാൽ എക്സ് അല്ല ലിമിറ്റ്, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5, ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു 3 കോൺസ്റ്റന്റ് അല്ലെ, എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ x³ 3 അല്ലേ, ഇതൊക്കെ അറിയുന്നല്ലേ. 3 കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ x⁻n ഡിഫറൻസ്, സോറി ഇന്റഗ്രേഷൻ ആണല്ലേ. 3 കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ x³ 3 x⁻n+1 ഡിവൈഡിങ് ബൈ n+1 മൈനസ് അതേപോലെ എഴുതി 2 കോൺസ്റ്റന്റ് എക്സിന്റെ ഡിഫറൻസിയേഷൻ x²/2 ആണ് അല്ലെ, എക്സിന്റെ ഇന്റഗ്രേഷൻ ആണ് അല്ലെ, എക്സിന്റെ ഇന്റഗ്രേഷൻ -2 എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 അല്ലെ, പ്ലസ് 7 മാത്രം വന്നാൽ 7x വരും. പഠിച്ചില്ലേ, ഡിഫറൻസിയേഷൻ ആണ് 7 0, ഇന്റഗ്രേഷൻ എന്താണ് dx, 7 dx എന്നാൽ 7x വരും അല്ലെ, 7 dx എന്നാൽ 7x വരും അല്ലെ. ഇനി ഇയാൾക്ക് എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് ഉണ്ടാവും 0 to 5. ക്ലിയർ. അപ്പൊ ഈ 3 ക്യാൻസൽ ആവും അല്ലെ, ഈ 2 ക്യാൻസൽ ആവും അല്ലെ. ഇനി ഏത് ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, കാരണം ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല 0 ആയതുകൊണ്ട്, അപ്പർ ലിമിറ്റ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നേരെ മറിച്ചത് 3 to 5 1 to 5 ഒക്കെ ആണെങ്കിൽ ലോവറും കൊടുക്കണം അപ്പറും കൊടുക്കണം. പക്ഷെ ഇവിടെ ആരെ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 5³ വരും. 5³ -5² + 7 × 5 വരും. ശരിയല്ലേ.
അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 പോയതുകൊണ്ട് 5³ മൈനസ് 5² പ്ലസ് 7 × 5. 5³ എന്ന് പറഞ്ഞാൽ 25 × 5 125. 125 മൈനസ് 25 പ്ലസ് 35. അപ്പോൾ 100 മൈനസ് 35 വരും. 100 മൈനസ് 35 എന്ന് എത്ര വരിക? 65 അല്ലേ വരിക? 65 ജൂൾ വരും. ശരിയാണ് ആൻസർ. 65 ജൂൾ അല്ലല്ലോ, 65 ജൂൾ തന്നെയാണല്ലോ വരിക. 3x² അല്ല അല്ലേ, 65 അല്ലല്ലോ, ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ, തെറ്റിപ്പോയി. 125 മൈനസ് 25 എത്രയാണ്? 100. 100 പ്ലസ് 35 ആണല്ലേ വരിക? ഓക്കെ, 125 മൈനസ് 25 100. 100 പ്ലസ് 35 135 വരും അല്ലേ? സോറി, 135 ജൂൾ ആണ്. ഇവിടെ തെറ്റിപ്പോയി മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ 100 മൈനസ് 25 100, 100 പ്ലസ് 35 135 ജൂൾ. ക്ലിയർ അല്ലേ? സോ അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് ന്യൂട്ടണിൽ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മീറ്ററിൽ. ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിൽ 0, 25, 50, 75, 100. പിന്നെ 5, 10, 15, 20. ഓക്കെ, ഇപ്പോൾ 100 ഇങ്ങനെ വന്ന് 10-ലെത്തി, നേരെ 20-ലേക്ക് പോയി. ശ്രദ്ധിക്കുക, അടുത്ത ഗ്രാഫ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ ആക്സിസിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കുക? വർക്ക് ഡൺ വെൻ എക്സ് 0 to 20 മീറ്റർ. വർക്ക് ഡൺ വെൻ എക്സ് ഈക്വൽ ടു 0 to 20 മീറ്റർ. അപ്പോൾ എപ്പോഴും ഗ്രാഫ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിച്ചാൽ മതി. ഒന്നുകിൽ ഏരിയ കാണണോ അല്ലെങ്കിൽ സ്ലോപ്പ് കാണണോ. അപ്പോൾ എപ്പോഴും ഫിസിക്സിൽ ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യം ഏരിയ കാണണോ അല്ലെങ്കിൽ സ്ലോപ്പ് കാണണോ. അതെങ്ങനെ മനസ്സിലാവുക? ഇയാളും കൂടി ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ, വൈയും എക്സും കൂടി ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് സ്ലോപ്പ്. അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കിയാൽ മതി. ഇയാളും ഡിവൈഡ് ചെയ്താൽ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും നോക്കുക. ഓക്കെ, ഏരിയ ആണെങ്കിൽ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ ഏരിയ ആണെങ്കിൽ വർക്ക് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ കാണണം, F×X മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ. പിന്നെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവർ 10 to 20 വരെ പറഞ്ഞാൽ, അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. 0 to 20 പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ കാണണം. ചിലപ്പോൾ അവർ 5 to 20 പറയും. 5 to 20 പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ ഉണ്ടാൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ചിലപ്പോൾ വലിയ ഗ്രാഫൊക്കെ വന്നിട്ട് മൊത്തം ഏരിയ കാണാനുണ്ടാവില്ല. ഒരു പോയിന്റ്, അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും 2 പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? 0 to 20 ആണ്. അപ്പോൾ 0 to 20 എന്ന് പറയുമ്പോൾ ഈ പോർഷന് വർക്കും കാണും, ഈ പോർഷന് വർക്കും. ഇതെന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ½ ശരിയല്ലേ? ആ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് FX ഗ്രാഫാണ്. അപ്പോൾ എന്താ വരിക? ഏരിയ 2 പോർഷനായി ഡിവൈഡ് ചെയ്താൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ് പ്ലസ് ½ അല്ലേ? ഈ പോർഷൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതിൻ്റെ ½ അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? ലെങ്ത് എത്രയാണ്? 100 ഇൻറ്റു 10 അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാൽ 100 ഇൻറ്റു 10. ½ എന്നാൽ ഹാഫ് ഇൻറ്റു 20 മൈനസ് 10 വരും അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? 20 മൈനസ് 10 പിന്നെ ഹൈറ്റ് എത്ര തന്നെ വരിക? 100 വരും. അപ്പോൾ അത് 100 ഇൻറ്റു 10 1000 വരും. 1000 പ്ലസ് എത്ര വരിക? 500. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 1500 ജൂൾ വരും. ശരിയാണോ? അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 1500 ജൂൾ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് വർക്കുമായി ബന്ധപ്പെട്ട് വരാറുന്ന ബേസിക് ക്വസ്റ്റ്യൻസ്. എൻട്രൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ സാധാരണ ലെവല് കറക്റ്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ scooter skid on a road. A scooter skid on a road and stop after 20 meter. A scooter skid on a road and stop after 20 meter. Force on scooter due to road. Force on scooter due to road
ഈസ് 100 ന്യൂട്ടൺ. അപ്പം ആ ഇൻസ്റ്റൻ്റിൽ കേട്ടോ ഫോഴ്സ് ഓൺ സ്കൂട്ടർ ഡ്യൂ ടു റോഡ് ഡ്യൂറിങ് ദ സ്കിഡിങ് ആട്ടോ 100 ന്യൂട്ടൺ. ഡ്യൂ ടു വിച്ച് scooter's motion opposed. Due to which scooter's motion opposed. Calculate work done by the road. Calculate work done by the road. Calculate work done by the road on scooter. Calculate the work done by the road on scooter. Work done by the scooter on road. Work done by scooter on road. Work done by scooter on road. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്കൂട്ടർ സ്കിഡ് ഓൺ എ റോഡ് ആൻഡ് സ്റ്റോപ്പ് ആഫ്റ്റർ 20 മീറ്റർ. അപ്പോൾ ഒരു സ്കൂട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്കൊരു റിട്ടാർഡിങ് ഫോഴ്സ് ഒന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ സ്കിഡ് ചെയ്തു. 20 മീറ്ററിന് ശേഷം എന്തായി? സ്റ്റോപ്പായി. ഫോഴ്സ് ഓൺ സ്കൂട്ടർ ഡ്യൂ ടു റോഡ്. അപ്പോൾ ആ റോഡ് അതിൽ കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ഓൺ സ്കൂട്ടർ ഡ്യൂ ടു റോഡ്. അപ്പോൾ റോഡ് സ്കൂട്ടറിൽ കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടൺ. ഡ്യൂ ടു വിച്ച് ദ സ്കൂട്ടർ മോഷൻ ഈസ് ഒപ്പോസ്. അപ്പോൾ അതൊരു റിട്ടാർഡിങ് ഫോഴ്സ് ആണ് അല്ല. അപ്പോൾ സ്കൂട്ടർ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. സ്കൂട്ടർ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്തത്. അതുകൊണ്ടല്ലേ അയാൾ സ്റ്റോപ്പ് ആയത്. ക്ലിയർ? അപ്പോൾ സ്കൂട്ടർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റിട്ടാർഡിങ് ഫോഴ്സ് കൊടുത്തത്. സോ ദ മോഷൻ ഈസ് ഒപ്പോസ്ഡ്. കാൽക്കുലേറ്റ് വർക്ക് ഡൺ ബൈ ദ റോഡ് ഓൺ സ്കൂട്ടർ ആണ്. വർക്ക് ഡൺ ബൈ ദ റോഡ്. ആ റോഡ് ചെയ്ത വർക്ക് കാരണല്ലേ സ്കൂട്ടർ സ്കിഡായത്. റോഡ് ചെയ്ത വർക്ക് കാരണല്ലേ സ്കൂട്ടർ സ്കിഡായത്. അപ്പോൾ വർക്ക് ഡൺ ആണെന്ന ഫോമിൽ എന്താണ്? W=Fs cos θ. W=Fs cos θ. ക്ലിയർ? അപ്പോൾ W=F എത്രയാണ്? എടാ 100 ന്യൂട്ടൺ ഫോഴ്സ് അല്ല കൊടുത്തത്. എത്ര ഡിസ്പ്ലേസ്മെന്റ്? 20 മീറ്റർ ഇൻറ്റു കോസ് 180 വരും. ശരിയാണോ? കാരണം എന്തുകൊണ്ടാണ്? സ്കൂട്ടർ ഫോർവേഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ ആ റോഡ് കൊടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ടല്ല സ്കൂട്ടർ സ്കിഡ് ആയത്. അപ്പോൾ അവർക്കിടയിൽ ആംഗിൾ എത്ര വരിക? 180 ഡിഗ്രി. സോ 100 20 cos 180. cos 180 എത്രയാണ്? -1. അപ്പോൾ എത്ര കിട്ടും? -2000 ജൂൾ വരും അല്ലെ. cos 180 അപ്പോൾ അത് റിട്ടാർഡിങ് വർക്ക് ഡൺ ആണ്. നെഗറ്റീവ് വർക്ക് ഡൺ ആണ് റോഡ് കൊടുത്തത്. സോ W=-2000 ജൂൾ കിട്ടും. ക്ലിയർ? ഇനി അടുത്ത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് ഡൺ ബൈ ദ സ്കൂട്ടർ ഓൺ റോഡ്. സ്കൂട്ടർ എന്തിൽ ചെയ്ത വർക്ക്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ഇത് ആ റോഡ് സ്കൂട്ടറിൽ ചെയ്ത വർക്കാണ് അല്ലെ. -2000 ജൂൾ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ റോഡ് ഓൺ സ്കൂട്ടർ. ഇത്രയും വർക്ക് ചെയ്തപ്പോഴാണ് ആ സ്കൂട്ടർ സ്കിഡ് ആയത് അല്ലെ. 20 മീറ്റർ പോയിട്ട് സ്റ്റോപ്പായി. ഇനി തിരിച്ചെന്താ വെച്ചിട്ടുള്ളത്? വർക്ക് ഡൺ ബൈ ദ സ്കൂട്ടർ ഓൺ ദ റോഡ്. അത് എത്ര വരിക? എടാ 100 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ഇയാൾക്ക് ആക്ഷൻ ആയിട്ട് കിട്ടിയെങ്കിൽ റിയാക്ഷൻ എത്ര തന്നെയായിരിക്കും? 100 അല്ല. എവറി ആക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല. അപ്പോൾ 100 ന്യൂട്ടൺ റോഡ് സ്കൂട്ടറിൽ ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ റോഡിലും എത്ര തന്നെയാണ്? 100 ന്യൂട്ടൺ. പക്ഷെ എന്താ പ്രശ്നം? റോഡിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. എടാ ഫോഴ്സ് ഉണ്ടായിരിക്കും. 100 ന്യൂട്ടൺ എന്ന ഫോഴ്സ് കിട്ടി, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. കാരണം റോഡിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0 ആണ്. അയാൾക്ക് 100 ന്യൂട്ടൺ എന്ന റിയാക്ഷൻ കിട്ടി, പക്ഷെ ആ റിയാക്ഷൻ കാരണം റോഡ് മൂവ് ചെയ്യുന്നുണ്ടോ? എടാ റോഡ് മൂവ് ചെയ്യുമ്പോഴല്ലേ റോഡിൽ ഒരു വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, വർക്ക് ഡൺ ബൈ ദ സ്കൂട്ടർ ഓൺ റോഡ്. അപ്പൊ സ്കൂട്ടർ എത്ര കൊടുത്തു? റോഡ് സ്കൂട്ടറിൽ 100 ന്യൂട്ടൺ ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ റോഡിൽ 100 ന്യൂട്ടൺ റിയാക്ഷൻ കൊടുത്തു. പക്ഷെ അത് കാരണം എന്തില്ല? റോഡ് മൂവ് ചെയ്യുന്നില്ല. റോഡ് റെസ്റ്റ് തന്നെയല്ലേ. അവർ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. റോഡ് റെസ്റ്റ് ആയതുകൊണ്ട് വർക്ക് എന്താ വരിക? 0 വരും. ക്ലിയർ ആണ്? അത് 0 വർക്ക് ഡൺ ആണ്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അടുത്തത് വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോഴ്സ് ഞാൻ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്കറിയാം ഇയാളെ വെയിറ്റ് mg താഴേക്ക് ഉണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇയാളെ വെയിറ്റ് mg ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ശരിയല്ലേ? പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് നിങ്ങൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോമ്പണൻസ് ഉണ്ടാവില്ലേ?
അവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്താൽ ഈ ആംഗിൾ ഞാൻ തീറ്റ എടുത്തു. ഈ ആംഗിൾ തീറ്റ ചെയ്യുമ്പോൾ ഈ എഫിന് 2 കോമ്പണൻസ് ഉണ്ടാവും. എഫ് കോസ് തീറ്റ ഉണ്ടാവും, എഫ് സൈൻ തീറ്റ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ചിത്രം ക്ലിയർ ആണല്ലോ. ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ വെയിറ്റ് mg താഴേക്ക്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ. പിന്നെ ഇതാണ് നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ്. ആ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്, തീറ്റ. സോ ഇയാൾക്ക് 2 കോമ്പണൻസ് ഉണ്ടാവും. ഇത് എഫ് കോസ് തീറ്റ, നോർമൽ റിയാക്ഷൻ അതേ ഡയറക്ഷനിൽ എഫ് സൈൻ തീറ്റ പോകും. ശരിയല്ലേ? നോർമൽ റിയാക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ എഫ് സൈൻ തീറ്റ. പിന്നെ എഗെയിൻസ്റ്റ് എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ക്ലിയർ? പിന്നെ നമുക്കറിയാം ഇയാൾ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് അല്ലേ? ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ? ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും അല്ലേ? കാരണം നമുക്കറിയാം ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയാൽ ദ ബോഡി ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ എന്നല്ല അർത്ഥം. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈക്വൽ ടു 0 മീൻസ് ദ ബോഡി ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ. ഇപ്പോൾ ഇയാൾ യൂണിഫോം മോഷനാണ്, വി എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. നെറ്റ് ഫോഴ്സ് എന്നാൽ പ്ലസ് എക്സിനെ മൈനസ് എക്സ് ബാലൻസ് ചെയ്യും, പ്ലസ് വൈനെ മൈനസ് വൈ ബാലൻസ് ചെയ്യും. അതല്ല അതിന്റെ മീനിങ്. ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ളതിനെ ഇങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യണം, മുകളിലോട്ടുള്ള ആളെ താഴേക്ക് ബാലൻസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മളിങ്ങനെ എന്താ എഴുതുക? എഫ് കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ സ്മോൾ ലെറ്റർ എഫ് വരും. ശരിയല്ലേ? കാരണം എടാ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0. അതുകൊണ്ടല്ലേ ഇയാൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആയാലും എന്താ പ്രത്യേകത? ഇവിടെ ആക്സിലറേഷൻ വരും അല്ലെ? നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ബ്ലോക്കിന് ആക്സിലറേഷൻ ഇല്ല, അതിന്റെ അർത്ഥം അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0. അപ്പോൾ ഈ എഫ് കോസ് തീറ്റനെ ആര് ബാലൻസ് ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ് ചെയ്യണം. അപ്പോഴല്ലേ നെറ്റ് ഫോഴ്സ് 0 ആവുക. എഫിന് വരെ നമുക്ക് എന്താ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ അല്ലെ? മ്യൂ എൻ എന്നല്ല എഴുതാം, അല്ലെങ്കിൽ മ്യൂ കെ. കൈനറ്റിക് ആണെങ്കിൽ മ്യൂ കെ അല്ലെ? അപ്പൊ മ്യൂ എൻ എഴുതും. ക്ലിയർ? സോ ദിസ് ഇസ് ഇക്വേഷൻ 1. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അടുത്ത എന്താ സംഭവിക്കുക? അടുത്തത് ആരെ ബാലൻസ് ചെയ്യുക? താഴേക്ക് ആരുണ്ട്? എം ജി ഉണ്ട്. ഈ എം ജിന് ആര് ബാലൻസ് ചെയ്യും? മുകളിലോട്ട് ആരൊക്കെ ഉണ്ട്? എൻ പ്ലസ് എഫ് സൈൻ തീറ്റ ഉണ്ട്, എൻ പ്ലസ് എഫ് സൈൻ തീറ്റ ഉണ്ട്. ക്ലിയർ ആണോ? താഴേക്ക് എം ജി ഉണ്ട്, എം ജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരുണ്ട്? എൻ പ്ലസ് എഫ് സൈൻ തീറ്റ ഉണ്ട്. അപ്പോഴല്ലേ ഇത് ബാലൻസ്ഡ് ആവുക. ഇതിൽ നമുക്ക് എൻ കണ്ടുപിടിച്ചോ. എൻ എന്താ വരിക? എൻ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ മൈനസ് എം ജി വരും അല്ലെ? എൻ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ മൈനസ് എം ജി വരും. ക്ലിയർ അല്ലേ? അതാ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? അതിൽ എന്നിന്റെ വാല്യൂ കിട്ടി എഫ് സൈൻ തീറ്റ മൈനസ് എം ജി അല്ല, എൻ എന്താ വരാ? എം ജി മൈനസ് എഫ് സൈൻ തീറ്റ അല്ലേ വരാ? എൻ സീക്കൽ എൻ ഇവിടെ വെച്ചു, അപ്പൊ എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. അപ്പൊ എം ജി മൈനസ് എഫ് സൈൻ തീറ്റ വരും. ശരിയല്ലേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് കോസ് തീറ്റ. എഫ് കോസ് തീറ്റ ഈക്വൽ ടു എന്താ വരിക? മ്യൂ ഇൻറ്റു എന്നിന് വരെ ആര് വരും? എം ജി മൈനസ് എഫ് സൈൻ തീറ്റ. എം ജി മൈനസ് എഫ് സൈൻ തീറ്റ വരും. ക്ലിയർ അല്ലേ? മ്യൂ ഇൻറ്റു എം ജി മൈനസ് എഫ് സൈൻ തീറ്റ. അപ്പൊ അത് നമുക്ക് എന്താ എഴുതാം? സോ ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി മൈനസ് മ്യൂ എഫ് സൈൻ തീറ്റ. മ്യൂ അല്ലെങ്കിൽ മ്യൂ എസ് മ്യൂ കെ ഒക്കെ ഉണ്ടാവും കേട്ടോ. മ്യൂ എഫ് സൈൻ തീറ്റ. ക്ലിയർ? അപ്പൊ ഞാൻ ആ എഫിന്റെ ടൈമിന് ഇങ്ങോട്ട് എടുത്തപ്പോൾ എന്താ സംഭവിക്കുക? എഫ് കോസ് തീറ്റ പ്ലസ് മ്യൂ എഫ് സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂ എം ജി വരില്ലേ? ശരിയല്ലേ? എഫ് കോസ് തീറ്റ പ്ലസ് മ്യൂ എഫ് സൈൻ തീറ്റ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? എഫ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എഫ് എന്താ വരിക? എഫ് ഇൻറ്റു മ്യൂ പ്ലസ് കോസ് തീറ്റ. എഫ് ഇൻറ്റു എന്താ വരിക? എഫ് ഇൻറ്റു ഇവിടെ ആരുണ്ട്? ഫസ്റ്റ് ടേം കോസ് തീറ്റ ഉണ്ട് അല്ലേ? കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂ എം ജി. ശരിയല്ലേ? അപ്പൊ അതിന് എഫ് എന്താ കിട്ടുക? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എം ജി ഡിവൈഡിങ് ബൈ മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ വരും. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്, മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ. കോമ്പണൻസ് ഒക്കെ സോൾവ് ചെയ്തു, നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞു, ഇക്വേറ്റ് ചെയ്തു. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിന് എഫ് കണ്ടുപിടിച്ചു. ഇവിടെ എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വർക്ക് കണ്ടുപിടാം. നമുക്ക് വർക്കല്ല കണ്ടത്, വർക്കാണുള്ള ഫോർമുല എന്താണ്?
വർക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വേണം അല്ല. അപ്പോൾ എഫ് എസ് കോസ് തീറ്റയാണ് വേണ്ടത് അല്ലേ വർക്ക് കാണാൻ. കാരണം ഈ കോമ്പണന്റ് കാരണമാണ് വർക്ക് കിട്ടുക അല്ലേ. എടാ എഫ് ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലേ. കാരണം ഈ ബ്ലോക്ക് ഇങ്ങനെയാണ് നീങ്ങുമ്പോൾ ഇയാളെ സഹായിക്കുന്ന ഫോഴ്സ് ആരാണ്? എഫ് കോസ് തീറ്റയാണ്. ക്ലിയർ? ഫോഴ്സ് എഫ് കോസ് തീറ്റ. ക്ലിയർ? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എസും. അപ്പോൾ വർക്ക് എന്താ വരിക? വർക്ക് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ആണ് വരിക. അതിൽ എഫ് കിട്ടിയില്ലേ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വർക്ക് എന്താ കിട്ടുക? ഡബ്ല്യു ഈക്വൽ ടു മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് ഡിവൈഡിങ് ബൈ മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഒരു ഒബ്ജക്റ്റ് വി വെലോസിറ്റിയിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് കാരണമുള്ള വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. കാരണം അയാളെ സഹായിക്കുന്ന ഫോഴ്സ് എഫ് കോസ് തീറ്റയാണ്, ഡിസ്പ്ലേസ്മെന്റ് എസും. അപ്പോൾ വർക്ക് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. എഫ് എപ്പോഴും ആർക്ക് തുല്യമാണ്? മ്യൂ എം ജി ഡിവൈഡിങ് ബൈ മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു എസ്. ഇത്രയും ചെയ്താലാണ് വർക്ക് കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കണം, ഇവിടെ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നെറ്റ് ഫോഴ്സ് എന്താ വരിക? നെറ്റ് ഫോഴ്സ് എഫ് കോസ് തീറ്റ മൈനസ് എഫ് ആണ് വരിക. ക്ലിയർ? അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എന്തില്ല ശരിക്കും? ഇവിടെ ആക്സിലറേഷൻ ഇല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇഫ് എ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ നെറ്റ് ഫോഴ്സ് എന്താ വരിക? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ മൈനസ് എഫ് ആണ് വരിക. ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അപ്പോഴാണ് നമുക്ക് നെറ്റ് വർക്ക് ഡൺ കിട്ടുക. അപ്പോൾ മാറിപ്പോരുത്, ഇതൊരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്തുള്ള വർക്ക് ഡൺ ആണ് മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് ഡിവൈഡിങ് ബൈ മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇൻ കേസ് ഇത് മൂവ് ചെയ്യുന്നത് ഒരു ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റ മൈനസ് എഫ്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്താലാണ് വർക്ക് കിട്ടുക. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇത് വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആണ്. സിമിലർലി വർക്ക് ഡൺ ഇൻ പുഷിങ്, അത് മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് ഡൺ പുഷിങ് ആൻഡ് ഒബ്ജക്റ്റ്. എടാ പുഷിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും. നമ്മൾ ഇപ്പൊ ചെയ്ത ഈ സംഭവം എന്ത് ചെയ്യണം? ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വർക്ക് ഡൺ ഇൻ പുഷിങ്. വർക്ക് ഡൺ ഇൻ പുഷിങ്. അപ്പോൾ ഒറ്റ മാറ്റേ ഉള്ളൂ, ആകെ ഈ പ്ലസിന് പകരം മൈനസ് വരും. നമ്മളത് റിസോൾവ് ചെയ്യണം. മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. അത് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇയാൾ ഇങ്ങനെയല്ല കിട്ടിയത്, മറ്റാൾ ഇങ്ങനെയെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പണന്റ് നെഗറ്റീവ് ആയി പോകും. അപ്പോൾ അത് കാരണം ഇയാളെ വർക്ക് ഡൺ പുഷിങ് ആൻഡ് ഒബ്ജക്റ്റിന്റെ വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് ഡിവൈഡിങ് ബൈ മ്യൂ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ വരും. ശ്രദ്ധിക്കുക, ഈ രണ്ട് വർക്ക് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്. വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഫോമുല ഉപയോഗിക്കുക. വർക്ക് ഡൺ ഇൻ പുഷിങ് ആൻഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ പ്ലസിന് പകരം മൈനസ് വരും. അപ്പൊ ഏതാണ് ഇതിൽ വർക്ക് കൂടുതൽ? എടാ ഈ വാല്യൂ കൂടിയില്ലേ? എടാ ഡിനോമിനേറ്റർ കൂടിയാൽ ഇയാൾ കുറയും അല്ലേ? ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ഇയാൾ കൂടും. ശരിയാണോ? അപ്പൊ ഞാൻ ചോദിക്കാണ്, പുള്ളിങ് ആണോ പുഷിങ് ആണോ ഈസിയർ? എടാ അപ്പം നിങ്ങൾ അതിലൊരു ബ്ലോക്ക് ഉണ്ട് നോക്കുക. ആ ബ്ലോക്ക് പുള്ള് ചെയ്ത് വലിക്കുക, പുഷ് ചെയ്ത് നീക്കുക. ഏതാണ് ഈസി? ഈസി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ് ആണ് അല്ലെ? പുള്ളിങ് ഈസ് ഈസിയർ ആണ്. പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ്. കാരണം എന്താണ്? എടാ പുള്ളിങ്ങിന് നിങ്ങൾ ചെയ്യുന്ന വർക്ക് കുറവാണ്, കുറച്ച് വർക്ക് ചെയ്താൽ മതി പുള്ള് ചെയ്യാൻ. പക്ഷേ ഇയാൾക്ക് കൂടുതൽ വർക്ക് ചെയ്യണം. കാരണം ഈ വാല്യൂ കൂടും, ഈ വാല്യൂ കൂടിയാൽ ഇത് കൂടും. സോ എന്താ സംഭവിക്കുക? പുള്ളിങ് ഈസ് ഈസിയർ ദാൻ എന്താണ്? പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ്. ക്ലിയർ അല്ലേ? പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ശ്രദ്ധിക്കണം, ഈ രണ്ട് കേസും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്കിന് ആക്സിലറേഷൻ ഇല്ല. അയാൾ എന്തിലാണ് മൂവ് ചെയ്യുന്നത്? യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ കേസ് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് നോക്കുക, എക്സിലേക്കുള്ള അപ്ലൈഡ് ഫോഴ്സ് നോക്കുക. കാരണം എക്സിലേക്കാണ് അയാൾ മൂവ് ചെയ്യുന്നത്, അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കുക, എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സിലറേഷനുള്ള ഒബ്ജക്റ്റിന്റെ വർക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വർക്ക് ഡൺ ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. വർക്ക് ഡൺ ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ വർക്ക് ഡൺ ഫസ്റ്റ് ഫ്രിക്ഷൻലെസ്, സ്മൂത്ത് ആണ്. അവിടെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് ഒരു ഇൻക്ലൈൻഡ് സർഫേസ്. ഓക്കെ, ഇതാണ് തീറ്റ, ഇതാണ് എം ജി എന്ന് വിചാരിക്കുക.
അപ്പം ഇതാണ് എം ജി എന്ന് വിചാരിക്കുക. ക്ലിയർ? ഇതാണ് എം ജി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും അല്ലേ, ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇങ്ങോട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം സാധാരണ നിങ്ങളിത് റിസോൾവ് ചെയ്യും. എം ജി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, അതിനെ 2 കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യും അല്ലേ. ഇതെന്താ വരിക? എം ജി കോസ് തീറ്റ വരും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ പോകും. ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും? എം ജി സൈൻ തീറ്റ ഉണ്ടാവും അല്ലേ, എം ജി സൈൻ തീറ്റ. നമുക്കറിയാം എന്തായാലും ഈ ബ്ലോക്ക് മുകളിലോട്ടും താഴോട്ടും പോകില്ല. കാരണം എന്തുകൊണ്ടാണ്? മുകളിലോട്ടും താഴോട്ടും പോകാതിരിക്കാൻ കാരണം എം ജി കോസ് തീറ്റ ആര് ബാലൻസ് ചെയ്യും? എൻ ബാലൻസ് ചെയ്യും. അപ്പോൾ എം ജി കോസ് തീറ്റ ഈസ് ഓൾവേസ് ഈക്വൽ എൻ അല്ലേ. താഴേക്ക് ആക്ട് ചെയ്യുന്ന എം ജി കോസ് തീറ്റനെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്കിന് മുകളിലോട്ടും താഴോട്ടും പോകാൻ പറ്റൂല, നെറ്റ് ഫോഴ്സ് 0. പക്ഷേ അത് താഴേക്ക് വീഴും. താഴേക്ക് വീണാൽ ആരാളെ സഹായിക്കും? എം ജി സൈൻ തീറ്റ സഹായിക്കും. കാരണം അയാൾക്ക് താഴേക്ക് വിടാൻ ആവശ്യമായ ഫോഴ്സ് ആരാണ്? ചിത്രം നോക്കൂ, എം ജി സൈൻ തീറ്റ. ഈ എം ജി സൈൻ തീറ്റയിലെ ഇയാളെ സഹായിക്കുക. അപ്പോൾ അത് കാരണം എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പോൾ വർക്ക് ഡൺ ആണ് എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ് ചെയ്താൽ മതി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ്. ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡൗൺ, ശ്രദ്ധിക്കുക, ഡൗൺ. അപ്പോൾ ഡൗൺവേർഡ് ഇയാൾ താഴേക്ക് വീഴുകയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, ഫ്രിക്ഷൻലെസ് സർഫേസ് ആണെങ്കിൽ ഇവിടുത്തെ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡബ്ല്യു ഇസ് ഈക്വൽ എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ് ചെയ്താൽ മതി. വർക്ക് ഡൺ ഇസ് ഈക്വൽ എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ്. ക്ലിയർ? ഇനി ഇയാൾ മുകളിലോട്ട് പോകണമെങ്കിലോ, അപ്വേർഡ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായാലും എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ അപ്പാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡബ്ല്യു ഇസ് ഈക്വൽ മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ് എടുക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് നേരെ അങ്ങോട്ട് വരും, എം ജി സൈൻ തീറ്റ താഴേക്ക് വരും. അപ്പോൾ ഇവർക്കിടയിൽ ആംഗിൾ 180 ഡിഗ്രി വരും. ശരിയല്ലേ? ഇപ്പോൾ രണ്ടാളും ഒരേ 0 ആണ്. എം ജി സൈൻ തീറ്റയുടെ അതേ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? അപ്പോൾ എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വിടാൻ ആവശ്യമായ വർക്ക് കിട്ടും. പക്ഷെ നേരെ മറിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേണം? ഇയാൾ മുകളിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്തായാലും എം ജി സൈൻ തീറ്റ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, അത്രയെങ്കിലും കിട്ടിയാലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എം ജി സൈൻ തീറ്റയും വേണം, എസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ മൈനസ് വരും, നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. അപ്പം നെറ്റ് വർക്ക് ഡൺ എന്ത് കിട്ടും? 0 കിട്ടും. കാരണം ഡൗൺ എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ്, അപ്പ് മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വർക്ക് ഡൺ ചോദിച്ചാലോ, നെറ്റ് വർക്ക് ഡൺ 0 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ എപ്പോഴും ഡൗൺ പഠിക്കുക, ഡൗൺ വെച്ചിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ക്ലിയർ? ഇനി ഇത് റഫ് സർഫേസ് ആണെങ്കിലോ, റഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഉള്ള സർഫേസ് അല്ലെ. റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രിക്ഷൻലെസ് സർഫേസ്. ഇതെന്താണ്? ഫ്രിക്ഷൻ ഉള്ള സർഫേസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫ്രിക്ഷൻ ഉള്ള സർഫേസ് ആണെങ്കിൽ അല്ലേ, അപ്പോൾ നമുക്കറിയാം ഇങ്ങോട്ടേക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിചാരിക്കുക. ക്ലിയർ? ഇപ്പം ഇങ്ങോട്ടേക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിചാരിക്കുക. ഇതാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. അപ്പോൾ നമുക്കറിയാം എം ജി നേരത്തെ റിസോൾവ് ചെയ്ത പോലെ തന്നെ ഇത് എഗെയിൻ തീറ്റ വരും. ഇത് എം ജി കോസ് തീറ്റ അല്ലേ. ഇതാരാണ്? എം ജി സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, എഫ് എസ് ഒ അല്ലെങ്കിൽ എഫ് കെ ഉണ്ടാവും. എഫ് കെ ആണല്ലേ നമ്മൾ സാധനം മൂവ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് ഫ്രിക്ഷനല്ലോ ഉപയോഗിക്കാറ്, എഫ് കെ. ക്ലിയർ? പിന്നെ എം ജി കോസ് തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരുണ്ടാവും? നോർമൽ റിയാക്ഷൻ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ബ്ലോക്ക് മുകളിലോട്ടും താഴോട്ടും പോകില്ല. കാരണം എം ജി സൈൻ തീറ്റ ഉപയോഗിച്ച് താഴേക്ക് വരും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷൻ വരും അല്ലേ. എം ജി സൈൻ തീറ്റ ഉപയോഗിച്ച് ഈ ബ്ലോക്ക് താഴേക്ക് വരും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷൻ വരും. ക്ലിയർ? പിന്നെ എന്തായാലും ഈ ബ്ലോക്ക് മുകളിലോട്ടും താഴോട്ടും പോകില്ല. അതിന് കാരണം എന്താണ്? എം ജി കോസ് തീറ്റനെ എൻ ബാലൻസ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താ എഴുതാം? എം ജി കോസ് തീറ്റ ഈസ് ഓൾവേസ് ഈക്വൽ എൻ. എപ്പോഴും എഴുതാവുന്ന ഫോർമുലയാണ് എം ജി കോസ് തീറ്റ ഇസ് എൻ. ഇനി ശ്രദ്ധിക്കുക, താഴേക്ക് വീഴുന്ന സമയത്ത് ഇയാളെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? നെറ്റ് ഫോഴ്സ് താഴേക്കുള്ള ഡൗൺ, ഇത് ഡൗൺ ആണെന്ന് വിചാരിക്കാം. ഡൗൺ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താ വരിക? നെറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ ആണ് വരിക. എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ. ശരിയല്ലേ? കാരണം ഈ എം ജി സൈൻ തീറ്റ ഇയാളെ താഴേക്ക് വീഴാൻ സഹായിക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏത് ഫോഴ്സ് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് ഒരു 10 ന്യൂട്ടൺ ഉണ്ട്, ഇതൊരു 7 ന്യൂട്ടൺ ആണെങ്കിൽ ഇയാൾക്ക് 3 ന്യൂട്ടൺ അല്ല കിട്ടുള്ളൂ. താഴേക്ക് 10 ന്യൂട്ടൺ, ഇത് 3 ന്യൂട്ടൺ ആണെങ്കിൽ ഇയാൾക്ക് എത്ര കിട്ടുള്ളൂ? 10 - 3 7 ന്യൂട്ടൺ അല്ല കിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആയിരുന്നു എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ ഇൻറ്റു എസ് വരും. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിക്ഷൻ ഉള്ള സർഫേസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് താഴേക്ക് വിടുമെങ്കിൽ ഇയാൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എപ്പോഴും ആരായിരിക്കും? നെറ്റ് ഫോഴ്സ് ശ്രദ്ധിക്കുക,
നെറ്റ് ഫോഴ്സ് എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ. അപ്പോൾ അവിടുത്തെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ മൈനസ് എഫ് കെ ഇൻറ്റു എസ്. എഫ് കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് കെ എഫ് കെ എപ്പോഴും ആർക്ക് തുല്യമാണ്? എഫ് കെ ഈസ് ഓൾവേസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ ആണ്. എൻ ആർക്ക് തുല്യമാണ്? എം ജി. അപ്പോൾ മ്യൂ കെ ഇൻറ്റു എം ജി കോസ് തീറ്റയും വരും. ശരിയല്ലേ? കാരണം ഫ്രിക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ കെ ഇൻറ്റു എന്നിന് വരും എം ജി കോസ് തീറ്റ. അപ്പോൾ എഫ് കെക്ക് വരെ എപ്പോഴും എന്തെടുക്കാൻ പറ്റും? മ്യൂ എം ജി കോസ് തീറ്റ വരും. മ്യൂ എം ജി കോസ് തീറ്റ. ക്ലിയർ? അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് വരും. ക്ലിയർ ആണോ? എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് വരും. ക്ലിയർ? ഇതാണ് നെറ്റ് വർക്ക് ഡൺ. പക്ഷെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചോദിച്ചാലോ? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നെറ്റ് വർക്ക് ഡൺ ആണ്. ഫ്രിക്ഷൻ കാരണം മാത്രമുള്ള വർക്ക് ഡൺ ചോദിച്ചാലോ? അതെന്താണ് സംഭവം? ഡബ്ല്യു ഇസ് ഈക്വൽ എന്താ വരിക? എഫ് കെ ഇൻറ്റു എസ് വരും. അല്ലേ? ഫ്രിക്ഷൻ കാരണമുള്ള വർക്ക് ഡൺ ചോദിച്ചാൽ എഫ് കെ എസ്. ഇതൊരു നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. കാരണം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ 180 ഒരു ആംഗിൾ. അല്ലെ? ഫ്രിക്ഷൻ കാരണമുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക്, എഫ് കെ അങ്ങോട്ടേക്ക്. അപ്പോൾ എഫ് കെന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഇടയ്ക്കുള്ള ആംഗിൾ 180 ഡിഗ്രി വരും. അല്ലേ? കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക്, എഫ് കെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ മൈനസ് എഫ് കെ എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എന്താണ്? മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് വരും. ക്ലിയർ ആണോ? ഇതാണ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഇത് നെറ്റ് വർക്ക് ഡൺ ആണ്. മാറിപ്പോകരുത്. അപ്പോൾ ഇത് താഴേക്ക് വീഴുന്ന സമയത്തുള്ള നെറ്റ് വർക്ക് ഡണ്ടെ ഫോമിലാണിത്. ക്ലിയർ? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചോദിച്ചാൽ ആ ഫ്രിക്ഷൻ ചെയ്യുന്ന എപ്പോഴും ഒരു നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. അതാരായിരിക്കും? മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ്. മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സാധാരണ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിൽ, ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിൽ എപ്പോഴും ആ ഫ്രിക്ഷൻ കാരണമുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആരായിരിക്കും? മൈനസ് മ്യൂ എം ജി ആയിരിക്കും. ശരിയല്ലേ? കാരണം ഹൊറിസോണ്ടൽ സർഫേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നിനെ ബാലൻസ് ചെയ്യലാരാണ്? എം ജി. അല്ലേ? ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിൽ ഇതായിരിക്കും എം ജി, ഇതായിരിക്കും എന്നിനെ ബാലൻസ് ചെയ്യൽ എം ജി അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ സർഫേസിൽ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് മ്യൂ എം ജി ഇൻറ്റു എസ് ആയിരിക്കും വർക്ക് ഡൺ. അല്ലെ? എസും കൂടി വരണം, ഡിസ്പ്ലേസ്മെന്റ് കൂടി വരണ്ടേ. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫേസിൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ എം ജി എസ് ആണ്. ഇൻക്ലൈൻഡ് ആകുമ്പോഴാണ് അത് ആരാവുക? മ്യൂ എം ജി കോസ് തീറ്റ ഇൻറ്റു എസ് ആയി മാറുക. ക്ലിയർ അല്ലേ? എ ഹൊറിസോണ്ടൽ ഫോഴ്സ് a horizontal force 5 Newton act on a body of mass 2 kilogram initially at rest. 2 kilogram initially at rest. It start moving on a table. It start moving on a table having coefficient of friction 0.2. Calculate first question, work done by the applied force. Work done by the applied force in 5 seconds. Work done by the applied force in 5 seconds. Work done by the frictional force in 5 seconds. Work done by the frictional force in 5 seconds. മൂന്നാമത്തെ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ്. അപ്പൊ ശ്രദ്ധിക്കുക, എ ഹൊറിസോണ്ടൽ ഫോഴ്സ് 5 ന്യൂട്ടൺ. അപ്പൊ നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്?
എടാ അപ്ലൈഡ് ഫോഴ്സ് 5 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? എ ഹൊറിസോണ്ടൽ ഫോഴ്സ് 5 ന്യൂട്ടൺ ആക്ട് ഓൺ എ ബോഡി ഓഫ് മാസ്. ആ ബോഡിയുടെ മാസ് എത്രയാണ്? 2 കിലോഗ്രാം. അറ്റ് റെസ്റ്റ് ആണ്. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 അല്ലെ? റെസ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0. ഇറ്റ് സ്റ്റാർട്ട് മൂവിങ് ഓൺ എ ടേബിൾ വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ തന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ മ്യൂ കെ തന്നിട്ടുണ്ട് 0.2 അല്ലെങ്കിൽ മ്യൂ തന്നിട്ടുണ്ട് 0.2. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഇൻ 5 സെക്കൻഡ്. അതേപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനുള്ള വർക്ക് കാണണം, നെറ്റ് വർക്ക് ഡൺ കാണണം. അപ്പോൾ വർക്ക് ഡൺ കാണണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണണം, അപ്ലൈഡ് ഫോഴ്സ് കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് കെ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ്? മ്യൂ കെ എൻ അല്ലെങ്കിൽ മ്യൂ കെ ആർ. ശരിയല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനുള്ള ഫോർമുല എഫ് കെ ഇസ് ഈക്വൽ മ്യൂ കെ എൻ അല്ലെങ്കിൽ മ്യൂ കെ ഇൻറ്റു എം ജി. ശരിയല്ലേ? എന്നിന് വരം അല്ലെങ്കിൽ ആറിന് വരം എം ജി. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. മ്യൂ കെ എത്രയാണ്? 0.2 ഇൻറ്റു മാസ് 2 ആണ്. ജി 10 എടുത്തോളൂ. അപ്പോൾ എത്ര കിട്ടുക? 10 ഇൻറ്റു 4 അല്ല കിട്ടുക, 4 ന്യൂട്ടൺ കിട്ടും. ക്ലിയർ? അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കിട്ടി എത്രയാണ്? 4 ന്യൂട്ടൺ കിട്ടി അല്ലേ? അപ്പോൾ ആ ബ്ലോക്കിൽ നിങ്ങൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അവിടെ? 4 ന്യൂട്ടൺ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല. ആരാണ് കൂടുതൽ? എടാ ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് 5 ന്യൂട്ടൺ തന്നെ കിട്ടിയെന്ന് വിചാരിക്കും. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അയാൾ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് 5 ന്യൂട്ടൺ, ഫ്രിക്ഷണൽ ഫോഴ്സും 5 ന്യൂട്ടൺ ആണെങ്കിൽ അയാൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് 4 ന്യൂട്ടണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ അയാൾ ഒരു ആക്സിലറേഷനിൽ മൂവ് ചെയ്യും. ശരിയല്ല? കാരണം അയാൾക്ക് 5 ന്യൂട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒപ്പോസ് ചെയ്യുന്ന 4 ന്യൂട്ടൺ ഉള്ളൂ. അപ്പോൾ 1 ന്യൂട്ടൺ കാരണം അയാൾ മൂവ് ചെയ്യില്ലേ? അപ്പോൾ അയാൾക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണ് വരിക? എടാ നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാപ് ലെറ്റർ എഫ് മൈനസ് സ്മോൾ ലെറ്റർ എഫ് കെ. ശരിയല്ല? അപ്പം നെറ്റ് ഫോഴ്സ് കാണാൻ അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കണം. അപ്പോൾ എത്ര വരിക? 5 മൈനസ് 4 1 ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ ആണ് നിങ്ങൾ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. ശരിയല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ് കിട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് കാണാൻ പറ്റും? എടാ ആക്സിലറേഷൻ കണ്ടുകൂടെ? അപ്പോൾ ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. കാരണം നെറ്റ് ഫോഴ്സ് കൂടുതലാണ് അല്ലേ? നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി പിന്നെ ഒരു വെലോസിറ്റിയിലേ മൂവ് ചെയ്യുള്ളൂ. പക്ഷേ അവിടെ അപ്ലൈഡ് ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബ്ലോക്കിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ലേ? ആക്സിലറേഷൻ എങ്ങനെയാണ്? നെറ്റ് ഫോഴ്സ് ഡിവൈഡിങ് ബൈ മാസ് അല്ലെ? ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഇതിൽ കിട്ടിയ നെറ്റ് ഫോഴ്സിനെ മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡിങ് ബൈ മാസ്. എത്ര നെറ്റ് ഫോഴ്സ്? 1 ഡിവൈഡിങ് ബൈ മാസ് 2. 1/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇയാളെ ആക്സിലറേഷൻ. 1/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇയാളെ ആക്സിലറേഷൻ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എസ് സീക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. പക്ഷേ യു 0 ആണ്. ഇനീഷ്യലി ആ ബ്ലോക്ക് എന്തിനാണ്? റെസ്റ്റ്. അപ്പോൾ എസ് എന്ത് വരും? ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്ര കിട്ടിയത്? 1/2. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ് അല്ല? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ടൈം എപ്പോഴും എത്രയാണ്? 5 സെക്കൻഡിലാണ് ചോദിച്ചത്. അപ്പോൾ 5 സ്ക്വയർ 25 വരും. ക്ലിയർ ആണോ? അപ്പോൾ എസ് സീക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടാലേ വർക്ക് കാണാൻ പറ്റുള്ളൂ. എസ് സീക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യു 0. അപ്പോൾ എസ് സീക്കൽ ഹാഫ് എ ടി സ്ക്വയർ എ നമുക്ക് കിട്ടി അല്ലേ? 1/2 വന്നു. അപ്പോൾ എത്ര കിട്ടി? 25/4 വരും. 25/4 വരും ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും മീറ്റർ വരും. ക്ലിയർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് 25/4. ക്ലിയർ? ഇനി ആദ്യം ചോദിച്ചത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്താൽ മതി. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ആണ്. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ആണ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എത്രയാണ് ഫോഴ്സ്? അവിടെ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് അതേ ഡയറക്ഷനിലല്ലേ? എത്രയാണ് ഫോഴ്സ്? അപ്ലൈഡ് ഫോഴ്സ് 5 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 25/4. അപ്പോൾ എത്ര കിട്ടും? 25 × 5 125/4 ജൂൾ കിട്ടും. 125/4 ജൂൾ. ക്ലിയർ? ഇനി രണ്ടാമത്തെ എന്താണ്? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? അതൊരു നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കില്ലേ? ഫ്രിക്ഷൻ കാരണമുള്ള വർക്ക് നെഗറ്റീവ് വർക്ക് ആയിരിക്കില്ല. എന്താ കിട്ടുക? മൈനസ് എഫ് കെ എസ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ 180 ഡിഗ്രി വരും. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ തീറ്റ 0. ഫ്രിക്ഷൻ കാരണമുള്ള വർക്ക് ഡൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 180 വരും. അപ്പോൾ മൈനസ് വരും. മൈനസ് എഫ് കെ എസ്. അപ്പോൾ മൈനസ് എഫ് കെ നമുക്ക് കിട്ടി. എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? 4. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 25/4 അല്ലെ? 25/4. അപ്പോൾ എത്ര കിട്ടും? മൈനസ് 25 × 4 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 100/4 വരും. മൈനസ് 100/4 ജൂള് വരും. ക്ലിയർ? അപ്പം നെറ്റ് വർക്ക് ഡൺ ചോദിച്ചാലോ? നെറ്റ് വർക്ക് ഡൺ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ 2 വർക്കും കൂടി കുറയ്ക്കണം അല്ലെ? കാരണം നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ്
നെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ രണ്ട് വർക്ക് നിങ്ങൾ കുറച്ചാലും മതി അല്ലേ, കാരണം ഒരു വർക്ക് പോസിറ്റീവ് മറ്റേ വർക്ക് നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. 1 × 25/4 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ രണ്ടും കൂടി കുറച്ചാൽ മതി, അപ്പോഴല്ലേ നെറ്റ് വർക്ക് ഡൺ കിട്ടുക. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് 1 ന്യൂട്ടൺ ഉള്ളപ്പോൾ 1 × 25/4, അല്ലെങ്കിൽ ഇതിന്ന് കുറച്ചാലും 25/4 തന്നെയാണ് കിട്ടുക. ക്ലിയർ? ഇതിൽ നിന്ന് ഇത് കുറച്ചാലും മതി. മനസ്സിലായ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈഡ് ഫോഴ്സ് വന്നിട്ട് മ്യൂക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് കൂടുതലാണ്, അപ്പോൾ ഉള്ള ഒരു ആക്സിലറേഷൻ മൂവ് ചെയ്യുന്ന അർത്ഥം. ഇനി വാല്യൂ കിട്ടുന്നില്ല, 0 കിട്ടിയാൽ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നെറ്റ് ഫോഴ്സ് ബൈ മാസ്, പിന്നെ എസ് കണ്ടുപിടിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ut + ½ at² u0 t തന്നിട്ടുണ്ട്. എന്നിട്ട് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ, നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ രണ്ട് വിധത്തിൽ കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ട് വർക്കും കൂടി കുറച്ചാലും മതി. ക്ലിയർ? മനസ്സിലായോ? ശ്രദ്ധിക്കുക, വർക്ക് നമ്മൾ പറഞ്ഞു, വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒന്ന് നോക്കണം, ഏതെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനർജിയാണ്. സോ എനർജിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി അല്ലേ, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. പക്ഷേ ഇവിടെ നമ്മൾ എന്തേ പഠിക്കുന്നുള്ളൂ? കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ആകെ 2 ടൈപ്പ് എനർജി നമുക്ക് വരുന്നുള്ളൂ. സോറി, ഇവിടെ നമുക്ക് എന്തേ പഠിക്കുന്നുള്ളൂ? മെക്കാനിക്കൽ എനർജി അല്ലേ, മെക്കാനിക്കൽ എനർജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ എനർജിനെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ. കൈനറ്റിക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? അപ്പോൾ ഈ എനർജീൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ജൂളാണ് അല്ലേ. എനർജീൻ്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ. SI യൂണിറ്റ് ജൂളാണ്. CGS യൂണിറ്റ് ആരാണ്? എർജ് അല്ലേ. SI യൂണിറ്റ് ജൂളും CGS യൂണിറ്റ് എർജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 1 ജൂൾ = 10⁻⁷ എർജ് ആണ് അല്ലേ. 1 ജൂൾ = 10⁻⁷ എർജ് ആണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ കലോറി ഉപയോഗിക്കാറുണ്ട്. ഹീറ്റിൻ്റെ കേസ് ആണെങ്കിൽ കലോറി ഉപയോഗിക്കുക. ഹീറ്റ് എനർജി മാത്രമേ കലോറിയിൽ പറയാറുള്ളൂ, CGS ആയിട്ട്. ഓക്കെ, 1 ജൂൾ എത്രയാണ്? 1 കലോറി = എത്രയാണ്? 4.2 ജൂൾ അല്ലേ. 1 കലോറി = 4.2 ജൂൾ. ക്ലിയർ? പിന്നെ അതേപോലെ ഉപയോഗിക്കുന്ന വേറൊന്നാണ് 1 kWh. ഇതും എനർജിൻ്റെ യൂണിറ്റ് ആണ്. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി സാധാരണ ജൂളാണ്, പക്ഷേ kWh KWH എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ 1 kWh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ജൂളാണ്. 1 kWh എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾ. അതേപോലെ തന്നെ ചിലപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിക്കാറുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്നാൽ 1.6 × 10⁻⁻19 ജൂളാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്നതിന്റെ അർത്ഥം 1 electron is accelerated through a potential difference of 1 volt. അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ മോഡേൺ ഫിസിക്സിൽ സാധാരണ എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. 1 ഇലക്ട്രോൺ വോൾട്ട് എപ്പോഴും ആർക്ക് തുല്യമാണ്? 1.6 × 10⁻⁻19 ജൂൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി നമുക്കറിയാം എന്താണ്? എനർജി പൊസസ്ഡ് ഡ്യൂ ടു ദ മോഷൻ. ഇവിടെ മൂവ്മെന്റ് കാരണമുള്ള എനർജി നമ്മൾ എന്തെന്ന് പറയുക? കൈനറ്റിക് എനർജി. അതിൻ്റെ ഫോർമുല നമുക്ക് എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഇൻ്റഗ്രൽ വർക്കാണ് ആരായിട്ട് സ്റ്റോർ ചെയ്യുക? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയുന്നത് കൈനറ്റിക് എനർജി, അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് ഞാൻ മാത്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ വർക്ക് ഡൺ = ഇൻ്റഗ്രൽ f/dx. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ma/dx വരും. ക്ലിയർ? ഫോഴ്സിന് വരും മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ വർക്ക് ഡൺ = ഇൻ്റഗ്രൽ m, ആക്സിലറേഷൻ വരും dv/dt × dx. ശരിയല്ലേ? dv/dt × dx, കാരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt. അപ്പോൾ എന്താണ് ഈ dx/dt? വെലോസിറ്റി അല്ലേ. dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ mv/dv കിട്ടും. ഇയാളെ ലിമിറ്റാണ് 0 to v അല്ല, കാരണം dv ആണ്. dv എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ലിമിറ്റ് ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി v. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വർക്ക് ഡൺ = m കോൺസ്റ്റന്റ് അല്ല, v/dv ഇൻ്റഗ്രേഷൻ v²/2, അപ്പർ ലിമിറ്റ് v, ലോവർ ലിമിറ്റ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? mv²/2 കിട്ടും. ഈ വർക്കാണ് കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അങ്ങനെയാണ്
കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കിട്ടുക? ഹാഫ് mv സ്ക്വയർ. കൈനറ്റിക് എനർജി ഈക്വൽ എന്ത് വരും? ഹാഫ് mv സ്ക്വയർ വരും. ക്ലിയർ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി മൂവിംഗ് ഒബ്ജക്റ്റ് എനർജിയാണ്. അത് നമ്മുടെ ഇന്റഗ്രേഷൻ കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. വർക്ക് വിൽ സ്റ്റോർ ആസ് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് mv സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു മാസ്, ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു v സ്ക്വയർ. ദാറ്റ് മീൻസ് v ഡബിൾ ആക്കിയാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് മാറും അല്ലേ? കാരണം v ഡബിൾ ആക്കിയാൽ കൈനറ്റിക് എനർജി 4 ടൈംസ് മാറും. v ട്രിപ്പിൾ ആക്കിയാൽ വെലോസിറ്റി 3 ടൈംസ് ആക്കിയാൽ കൈനറ്റിക് എനർജി 9 ടൈംസ് മാറും. അപ്പോൾ വെലോസിറ്റി n ടൈംസ് ആക്കിയാൽ കൈനറ്റിക് എനർജി n സ്ക്വയർ ടൈംസ് മാറും. ശരിയല്ലേ? ഡബിൾ ആക്കിയാൽ 4 ടൈംസ്, 3 ടൈംസ് ആക്കിയാൽ 9 ടൈംസ്, 4 ടൈംസ് ആക്കിയാൽ 16 ടൈംസ്. അപ്പോൾ n ടൈംസ് ആക്കിയാൽ n സ്ക്വയർ ടൈംസ്. അപ്പോൾ വെലോസിറ്റി ബിക്കംസ് n ടൈംസ്, കൈനറ്റിക് എനർജി ബിക്കംസ് n സ്ക്വയർ ടൈംസ് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. ശരിയല്ലേ? ഇനി അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. എല്ലാതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. അല്ല എന്താണ് റിലേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്ത് വരും? പി സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ക്ലിയർ? അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു റിലേഷൻ എന്താണ്? പി സ്ക്വയർ ബൈ 2m ആണ്. ക്ലിയർ? അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ആരാവും? കാരണം 2m എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. 2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. m എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ ബോഡി ഗിവൺസ് കോൺസ്റ്റന്റ് അല്ലേ? മാസും സാധാരണ കോൺസ്റ്റന്റ് വരും. അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോർഷൻ ആര് വരും? പി സ്ക്വയർ വരും അല്ലേ? കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു പി സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ പി പ്രപ്പോർഷൻ ടു എന്തും എഴുതാം? റൂട്ട് കെ യും എഴുതാം. പി പ്രപ്പോർഷൻ ടു റൂട്ട് കെ ഇ. ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റൂട്ട് കെ ഇ എടുത്തു, ഇവിടെ പി എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അല്ലെ? റൂട്ട് കെയും പിയും നമ്മളുടെ ഗ്രാഫ് വരച്ചാൽ എന്ത് കിട്ടും? സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷെ കൈനറ്റിക് എനർജിയും പിയും നമ്മളുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. മാറിപ്പോയത്. കാരണം റൂട്ട് കെ ഇ ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു പി ആണ് അല്ലേ? റൂട്ട് കെ ഇ ഡയറക്ട്ലി പി പ്രപ്പോർഷൻ ടു റൂട്ട് കെ ഇ. അപ്പോൾ റൂട്ട് കെയും പിയും നമ്മളുടെ ഗ്രാഫ് വരച്ചാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയ കാരണം സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷേ കൈനറ്റിക് എനർജി വേഴ്സസ് മൊമെന്റം വരച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഒരു പരാബോള ഷേപ്പിലാണ് ഗ്രാഫ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കൈനറ്റിക് എനർജി മൊമെന്റം എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജി പ്രപ്പോർഷൻ എന്താണ്? പി സ്ക്വയർ അല്ലേ? അപ്പൊ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചോദിച്ചത്. പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജിന്റെ പേഴ്സൻറ്റേജ് ചേഞ്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാരണം മൊമെന്റം ഇപ്പൊ ഇത്ര ഇൻക്രീസ് ചെയ്തു, അപ്പൊ കൈനറ്റിക് എനർജി എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആവും? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു, മൊമെന്റം എത്ര പെർസെന്റേജ് ചേഞ്ച് ആവും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. അപ്പൊ എന്താണ് സംഭവം? പെർസെന്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക? ഡെൽറ്റ കെ ഇ ബൈ കെ ഇ ഇൻറ്റു 100 ആണ്. അപ്പൊ എപ്പോഴും പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം? ഏത് സംഭവത്തിലും പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിഫറൻസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ്. എടാ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കൽ എങ്ങനെയാണ് ശരിക്ക്? ഏത് ക്വസ്റ്റ്യനും ഫിസിക്സിൽ എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? ഡിഫറൻസ് ഡിവൈഡിങ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ് അല്ലേ? നമ്മൾ ഏത് യൂണിറ്റിലും എത്ര പെർസെൻറ്റേജ് കൂടി അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ സാധാരണ എന്താ ചെയ്യുക? ഡിഫറൻസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ്. ഇപ്പൊ കൈനറ്റിക് എനർജിന്റെ പെർസെൻറ്റേജ് ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാണേണ്ടത്? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇൻറ്റു 100. ഇതാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജിന്റെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു മൊമെന്റം കാണാൻ പറഞ്ഞാൽ ഓക്കെ, അപ്പൊ എന്താ കാണേണ്ടത്? ഡിഫറൻസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ഡിഫറൻസ് ആണ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഡിഫറൻസ് ഒറിജിനൽ ആരാണ്? ഇനീഷ്യൽ തന്നെ. ക്ലിയർ? അപ്പോൾ ഡിഫറൻസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇവർ മൊമെന്റവുമായിട്ട് റിലേഷൻ എന്താണ്? എടാ, കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു പി സ്ക്വയർ ആണ്. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു പി സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി ഫൈനലാകുമ്പോൾ എന്ത് വരും? പി എഫ് സ്ക്വയർ വരും.
അല്ലേ? കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആകുമ്പോഴോ PI². ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആകുമ്പോൾ PI. അപ്പോൾ PI² × 100 ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മൊമെന്റം തന്നിട്ട് കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് മാറി എന്ന് പറയാൻ ജസ്റ്റ് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ × 100. ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു P² ആണ്. അപ്പോൾ PF² മൈനസ് PI² ഡിവൈഡിങ് ബൈ PI² × 100 കണ്ടാൽ മതി. ക്ലിയർ? ഒരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് സംഭവം മനസ്സിലാവും. അപ്പൊ എന്ത് കാരണം ഇങ്ങനത്തെ ക്വസ്റ്റിൽ ആദ്യം മൊമെന്റം തന്നിട്ടുണ്ടാവും, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാ ഇഫ് momentum of a body increased to 50% അല്ലെങ്കിൽ increased to 200%, calculate percentage change in kinetic energy. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുക. അപ്പോൾ ആദ്യം ഈ ഫോർമുല എഴുതുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവും. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ടു 200%. എപ്പോഴും ഈ ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജിലാണ് തരാറ്. കാരണം പേഴ്സൻറ്റേജിലായിരിക്കും എപ്പോഴും നമ്പേഴ്സ് തരാറ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒറിജിനൽ 100 എടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ പേഴ്സൻറ്റേജിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഒറിജിനൽ എപ്പോഴും എത്ര എടുക്കുക? 100% എടുക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ടു, പിന്നെ ശ്രദ്ധിക്കണം, ഇൻക്രീസ്ഡ് ടു എന്ന് പറഞ്ഞാൽ പുതിയതാണ്, ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ ചേഞ്ചുമാണ്. അപ്പോൾ അത് അങ്ങോട്ടോട്ട് മാറിപ്പോയത്. ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ടു 200%, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ എപ്പോഴും ഇനീഷ്യൽ മൊമെന്റം എത്ര എടുക്കുക? എടാ ഇനീഷ്യൽ മൊമെന്റം 100 എടുക്കുക. ഫൈനൽ മൊമെന്റം എത്ര എടുക്കുക? ഫൈനൽ മൊമെന്റം എത്രയായി? എടാ ഇൻക്രീസ്ഡ് ടു 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റം 200 എടുക്കുക. അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ശ്രദ്ധിക്കുക, മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ടു 200% എന്നാൽ ഒറിജിനൽ ഇനീഷ്യൽ മൊമെന്റം 100 കൊടുക്കുക, ഫൈനൽ മൊമെന്റം 200 കൊടുത്താൽ മതി. ഇനി ചിലപ്പോൾ ഇത് ഇൻക്രീസ്ഡ് ബൈ 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇൻക്രീസ്ഡ് ബൈ 50, അത് ഞാൻ അടുത്ത് പറയാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ടു 200%, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ഈ ഫോർമുലയിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് കിട്ടുക? ഇതല്ല കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ PF², PF എത്രയാണ്? 200² മൈനസ് PI എത്രയാണ്? 100² ഡിവൈഡിങ് ബൈ 100² × 100 ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഏറ്റവും എളുപ്പമാണ്. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഇനീഷ്യൽ എപ്പോഴും 100 എടുക്കുക, ഫൈനൽ 200 എടുക്കുക. അപ്പം എന്ത് വരും? 200² മൈനസ് 100² ഡിവൈഡിങ് ബൈ 100² × 100. അപ്പോൾ ഈ 200² എന്ന് പറഞ്ഞാൽ എത്ര വരും? 200² എന്ന് പറഞ്ഞാൽ 4ഉം എത്ര? ഇവിടെ 4 0 വരില്ലേ? 240,000 മൈനസ് എത്ര വരും? 140 ഡിവൈഡിങ് ബൈ എത്ര വരും? 1 × 100 വരും. ശരിയല്ലേ? അപ്പോൾ ഈ 2 0 ഈ 2 0 ക്യാൻസൽ. ക്ലിയർ? ഈ 2 0 ക്യാൻസൽ. പിന്നെ ഇവിടെ മൊത്തത്തിൽ 2 zeros ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 400 മൈനസ് 100 300% ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മൊമെന്റം ഓഫ് ദ ബോഡി ഇൻക്രീസസ് ബൈ 200%, മൊമെന്റം 200% കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടാവും? 300%. കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് 300%. ക്ലിയർ ആണോ? ഇനി ഇതേ ക്വസ്റ്റിനെ ചിലപ്പോൾ എങ്ങനെ ചോദിക്കാറുണ്ട്? ഇഫ് ദ മൊമെന്റം ഓഫ് ദ ബോഡി ഇൻക്രീസ്ഡ് ബൈ പറയാറുണ്ട്. ഇൻക്രീസ്ഡ് ബൈ 50%. ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. അത് നോക്കിയാൽ മതി ക്വസ്റ്റ്യനിൽ. ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഇൻക്രീസ്ഡ് ബൈ 50%, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇനീഷ്യൽ എത്ര തന്നെ എടുക്കുക? എടാ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇനീഷ്യൽ എത്ര എടുക്കുക? 100. ഫൈനൽ എത്ര എടുക്കണം? എടാ ഇൻക്രീസ്ഡ് ബൈ 50% എന്ന് പറഞ്ഞാൽ ഓൾറെഡി 100 ഉണ്ട്, 100ന് 50ഉം കൂടി കൂട്ടി. അപ്പോൾ പുതിയത് എത്രയായി? 150 എടുത്താൽ മതി. മനസ്സിലായോ? ഇൻക്രീസ്ഡ് ബൈ പറഞ്ഞാൽ, ഇൻക്രീസ്ഡ് ടു പറഞ്ഞാൽ അതേ വാല്യൂ എടുക്കുക. ഇൻക്രീസ്ഡ് ബൈ പറഞ്ഞാൽ 50% കൂടി കൂട്ടി. അപ്പോൾ ഓൾറെഡി 100 ഉണ്ട്, പുതിയതാണ്, ചേഞ്ച് ആണ് 50. നമുക്ക് വേണ്ടത് പുതിയതാണ് 150. എന്നിട്ട് എങ്ങനെ ചെയ്യുക? 150² മൈനസ് 100² ഡിവൈഡിങ് ബൈ 100² × 100 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ജസ്റ്റ് ആ ഫോർമുല എഴുതുക, ഒരു എക്സാമ്പിൾ എഴുതുക, അപ്പോൾ ക്ലിയർ ആവും. ഇനി ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുക. തിരിച്ചെങ്ങനെ ചോദിക്കുക? കൈനറ്റിക് എനർജി തന്നിട്ട് ഇപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക? 2 വിധത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. മൊമെന്റം തന്നിട്ട് കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് കാണാൻ, മൊമെന്റം തന്നിട്ട് കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ എന്ത് വരും? കൈനറ്റിക് എനർജി എന്നിട്ട് മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് എടുത്തത്.
പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടാവും. ആരെ കണ്ടുപിടിക്കണം? മൊമെൻറ്റത്തിന്റെ പെർസെൻറ്റേജ്. മൊമെൻറ്റത്തിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പി എഫ് മൈനസ് പി ഐ ഡിവൈഡിങ് ബൈ പി ഐ ഇൻറ്റു 100. ഇതല്ല കണ്ടുപിടിക്കേണ്ടത്. എടാ ഇത് കൈനറ്റിക് എനർജിന്റെ പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ പി എഫ് സ്ക്വയർ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ മൊമെൻറ്റത്തിന്റെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ പി എഫ് മൈനസ് പി ഐ ബൈ പി ഐ ഇൻറ്റു 100. അപ്പോൾ ഏതാ റിലേഷൻ ഉപയോഗിക്കേണ്ടത്? ഈ റിലേഷൻ പി പ്രപ്പോർഷൻ റൂട്ട് കെ ആണ്. പി ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ കെ എന്ന് കണ്ടുപിടിക്കേണ്ടത് പി എച്ച് ചെയ്തു. ഇപ്പൊ പി ആണ് കണ്ടുപിടിക്കേണ്ടത് കെ വെച്ചിട്ട്. അപ്പൊ എന്താ വരിക? പി എഫിന് വരെ എന്ത് വരും? റൂട്ട് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് റൂട്ട് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഡിവൈഡിങ് ബൈ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇൻറ്റു 100 ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഈ രണ്ട് ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. മൊമെന്റം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ ബൈ പി ഐ സ്ക്വയർ ഇൻറ്റു 100. ഒറിജിനൽ എപ്പോഴും 100 എടുക്കുക. ഇതെന്താണ് സംഭവം? തിരിച്ച് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജിന്റെ തന്നിട്ടുണ്ടാവും, കൈനറ്റിക് എനർജിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും, മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ അപ്പോൾ പി എഫ് മൈനസ് പി ഐ ബൈ പി ഐ ഇൻറ്റു 100 ആണ് കാണേണ്ടത്. ഇത് തിരിച്ച്. അപ്പോൾ ഇവിടെ റൂട്ട് വരുന്ന ആലോചിച്ചാൽ മതി. കാരണം ഇതൊക്കെ സ്ക്വയർ ചെയ്ത് ഒഴിവാക്കണം. അപ്പോഴല്ലേ മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അവിടെ റൂട്ട് വരും. ക്ലിയർ? അപ്പോൾ റൂട്ട് ഓഫ് കെ ഇ ഫൈനൽ മൈനസ് ഈ ഫോമിലാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? പി പ്രപ്പോർഷൻ ടു കെ ഇ. ഇവിടെ ഉപയോഗിക്കേണ്ട ഫോമിൽ എന്താണ്? പി പ്രപ്പോർഷണൽ ടു റൂട്ട് കെ ഇ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് കെ ഇ ഫൈനൽ മൈനസ് റൂട്ട് കെ ഇ ഇനീഷ്യൽ ഡിവൈഡിങ് ബൈ റൂട്ട് കെ ഇ ഇനീഷ്യൽ. ക്ലിയർ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒക്കെ രണ്ടും എഴുതുക, രണ്ടും അങ്ങോട്ടും മാറിപ്പോരുത്. ജസ്റ്റ് ലോജിക് അപ്ലൈ ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ഇക്വേഷൻ വെച്ചിട്ട് ലോജിക്കേ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. ക്ലിയർ? ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 300%, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇതാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഷോർട്ടാക്കി എഴുതാം. ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ ആണ്. ശ്രദ്ധിക്കണം, ഇൻക്രീസസ് ബൈ 300%. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ചേഞ്ച് ചെയ്തു? 300% ചേഞ്ച് ചെയ്തപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചിന് എന്താ ചോദിച്ചിട്ടുള്ളത്? മൊമെൻറ്റം അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എപ്പോഴും എത്ര എടുക്കുക? 100 എടുക്കുക. എടാ പെർസെൻറ്റേജ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും മൊമെന്റ് ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര എടുത്തു? 100 എടുത്തു. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണ് വരിക? എടാ ഇൻക്രീസ്ഡ് ബൈ 300%. അപ്പം 300% ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എത്ര ഉണ്ട്? ആദ്യം 100 ഉണ്ട്. അതിൻ്റെ കൂടെ 300% കൂടി കൂട്ടി. അപ്പോൾ പുതിയത് എത്രയാണ്? 400. മനസ്സിലായോ? എടാ ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 300%. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 100 ആണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി 400 എടുക്കണം. കാരണം ഇൻക്രീസ്ഡ് ബൈ ആണ്. നേരെ മറിച്ച് ഇൻക്രീസ്ഡ് 2 എന്ന് പറഞ്ഞാലോ നേരിട്ട് 300 എടുത്താൽ മതി. അപ്പോൾ ഇൻക്രീസ്ഡ് 2 എന്ന് പറഞ്ഞാൽ അതേ വാല്യൂന് എടുക്കുക ഫൈനൽ. ബൈ എന്ന് പറഞ്ഞാൽ 100ന്റെ കൂടെ കൂട്ടണം, ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ എത്രയാണ് കിട്ടിയത്? 400. ക്ലിയർ അല്ലേ? അപ്പോൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സംഭവമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി എഫ് മൈനസ് പി ഐ ബൈ പി ഐ ഇൻറ്റു 100. അപ്പോൾ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഫൈനൽ എത്ര? കൈനറ്റിക് എനർജി ഫൈനൽ 400. റൂട്ട് 400 മൈനസ് റൂട്ട് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആരാണ്? 100. അതെപ്പോഴും 100 വരിക. ഇനീഷ്യൽ എപ്പോഴും നമ്മൾ പെർസെൻറ്റേജിൽ 100 എടുക്കുക. ഡിവൈഡിങ് ബൈ എത്രയാണ് ഇനീഷ്യൽ? റൂട്ട് 100 ഇൻറ്റു 100 വരും. അപ്പോഴല്ല പെർസെൻറ്റേജ് ആവുക. ക്ലിയർ? അപ്പോഴല്ലേ പെർസെൻറ്റേജ് ഡിഫറൻസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 അല്ലേ? ഇനി എന്ത് ചെയ്യുക? റൂട്ട് 400 എത്രയാണ്? 20. റൂട്ട് 100 10. 20 മൈനസ് 10 ഡിവൈഡിങ് ബൈ 10 ഇൻറ്റു 100. 0 0 ക്യാൻസൽ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 20 മൈനസ് 10 10. 10 ഇൻറ്റു 10 100. അപ്പോൾ 100% ആണ് ആൻസർ. 100%. മനസ്സിലായോ? അപ്പോൾ കൈനറ്റിക് എനർജി 300% കൂട്ടിയാൽ മൊമെന്റം എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ 100%. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഈ രണ്ട് ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും ഇതിൻ്റെ. ഓക്കെ, ഇത് മൊമെന്റം തന്നിട്ട് കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല സ്ക്വയർ ചെയ്തിട്ട് അത് ഇൻക്രീസ്ഡ് 2 ആണോ ബൈ ആണോ നോക്കിയിട്ട് ചെയ്യുക. എത്ര ബൈ ആണെങ്കിൽ ആഡ് ചെയ്യണം, 2 ആണെങ്കിൽ പുതിയ തന്നെ എടുക്കുക. എപ്പോഴും ഒറിജിനൽ 100 എടുക്കുക. ഇതെന്താണ്? കൈനറ്റിക് എനർജി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് കാണാൻ പറയും? മൊമെന്റത്തിന്റെ പേഴ്സൺ കാണാൻ പറഞ്ഞാൽ റൂട്ട് വെച്ച് ചെയ്യണം. റൂട്ട് കെ ഇ ഫൈനൽ മൈനസ് റൂട്ട് കെ ഇ ഇനീഷ്യൽ ഡിവൈഡിംഗ് ബൈ റൂട്ട് കെ ഇ ഇനീഷ്യൽ ഇൻറ്റു 100. അതും ഇൻക്രീസ്ഡ് 2 ആണോ ഇൻക്രീസ്ഡ് ബൈ ആണോ എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സാധാരണ ചേഞ്ച് ഇൻ
മൊമെൻറ്റവും കൈനറ്റിക് എനർജി നമ്മളെ റിലേഷൻസ്. ക്ലിയർ അല്ലേ?